നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാന്റെ മേൽ സൈനിക സമ്മർദ്ദം തുടരുന്നതിനിടെ ക്യൂബയെ ലക്ഷ്യം വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ്. ക്യൂബയെ ഏറ്റെടുക്കാനുള്ള കൃത്യമായ പദ്ധതി തന്റെ പക്കലുണ്ടെന്ന് വൈറ്റ് ഹൌസിലെ ഒരു ചടങ്ങിൽ സംസാരിക്കവേ ട്രംപ് വ്യക്തമാക്കി. ക്യൂബയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്നും എന്നാൽ ആദ്യം ഇറാനിലെ പ്രശ്നങ്ങൾ പൂർത്തിയാക്കി പരിഹരിക്കാനാണ് മുൻഗണനയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 27-ന് ക്യൂബയെ സൗഹൃദപരമായി ഏറ്റെടുക്കുമെന്നും അദ്ദേഹം നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സമാനമായ ഭീഷണി വീണ്ടും ഉയരുന്നത്. ക്യൂബ നേരിടുന്ന നിലവിലെ അതീവ ഗുരുതരമായ പ്രതിസന്ധിയെക്കുറിച്ചും വിശദീകരിക്കേണ്ടതുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങളും അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളും കാരണം ക്യൂബ ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഊർജ്ജ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. വർഷങ്ങളായി തുടരുന്ന US ഉപരോധം രാജ്യത്തിന്റെ വിദേശ വ്യാപാരത്തെയും നിക്ഷേപങ്ങളെയും തളർത്തിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് അയൽരാജ്യമായ വെനസ്വേലയിലെ രാഷ്ട്രീയ മാറ്റങ്ങളും സൈനിക ഇടപെടലുകളും ക്യൂബയ്ക്ക് കനത്ത പ്രഹരമായത്. തങ്ങളുടെ ആവശ്യത്തിനുള്ള ഇന്ധനത്തിന്റെ 1/3 ഭാഗവും കുറഞ്ഞ നിരക്കിൽ വെനസ്വേലയിൽ നിന്നാണ് ക്യൂബ ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ വെനസ്വേലയിൽ US സൈനിക ഓപ്പറേഷൻ നടന്നതോടെ ഈ ഇന്ധന ലഭ്യത പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇന്ധന ഇറക്കുമതി നിലച്ചത് ക്യൂബയുടെ ഊർജ്ജ മേഖലയെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാന താപ വൈദ്യുത നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ എണ്ണ ഇല്ലാത്തതിനാൽ കടുത്ത ഊർജ്ജ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പലയിടങ്ങളിലും ദിവസം 20 മണിക്കൂർ വരെ നീണ്ടുനിൽക്കുന്ന ലോഡ് ഷെഡിംഗ് സാധാരണമായി കഴിഞ്ഞു. ഇത് ജനജീവിതം ദുസ്സഹമാക്കുന്നതിനൊപ്പം വ്യവസായശാലകളുടെ പ്രവർത്തനത്തെയും ആശുപത്രികളുടെ സേവനങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. തെരുവിളക്കുകൾ പോലും അണയ്ക്കപ്പെട്ടതോടെ രാജ്യം വലിയൊരു ഭാഗവും സമയവും ഇരുട്ടിലാണ്. ഊർജ്ജ പ്രതിസന്ധി ക്രമേണ രാജ്യത്ത് കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും വഴിവെച്ചു. കൃഷി ആവശ്യങ്ങൾക്കുള്ള യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനോ വിളവെടുക്കുന്ന സാധനങ്ങൾ വിപണിയിലെത്തിക്കാനോ ആവശ്യമായ ഇന്ധനം ലഭ്യമല്ലാത്തത് കാർഷിക മേഖലയും തളർത്തി. ഗതാഗത സംവിധാനങ്ങൾ സ്തംഭിച്ചതോടെ ഭക്ഷണ സാധനങ്ങളുടെ വിതരണ ശൃംഖല തകർന്നു. ഫ്രിഡ്ജുകളും മറ്റും പ്രവർത്തിക്കാത്തത് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനും തടസ്സമായി. ഇതിനു പുറമെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ജനങ്ങൾ നീണ്ട ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത് രാജ്യത്ത് വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾക്കും സാമൂഹിക അസ്വസ്ഥതകൾക്കും കാരണമായിട്ടുണ്ട്. ഇറാനിലെ സൈനിക ഇടപെടലുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. വെനസ്വേലയ്ക്ക് പിന്നാലെ ക്യൂബയിലെ ഒരു ഭരണമാറ്റമോ അല്ലെങ്കിൽ പൂർണ്ണമായ നിയന്ത്രണമോ ആണ് US ലക്ഷ്യമിടുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സൗഹൃദപരമായ ഏറ്റെടുക്കലെന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഉപരോധങ്ങളിലൂടെയും സൈനിക ഭീഷണികളിലൂടെയും ഒരു രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. ക്യൂബയുടെ നിലവിലെ ഊർജ്ജ പ്രതിസന്ധി ഈ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും വൈറ്റ് ഹൌസ് കണക്കുകൂട്ടുന്നു. ഇറാനിലെ സൈനിക നീക്കങ്ങൾക്കിടയിൽ ക്യൂബയ്ക്കെതിരെ അമേരിക്ക ഉയർത്തുന്ന ഈ ഭീഷണി ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പ്. ദശാബ്ദങ്ങളായി തുടരുന്ന US ഉപരോധം ക്യൂബൻ ജനതയുടെ നടുവടിക്കുമ്പോൾ വെനസ്വേലയിൽ നിന്നുള്ള ഇന്ധന ലഭ്യത കൂടി നിലച്ചത് രാജ്യത്തെ പൂർണ്ണമായ തകർച്ചയുടെ വക്കിലെത്തിച്ചു. സൗഹൃദപരമായ ഏറ്റെടുക്കലെന്ന ട്രംപിന്റെ പ്രയോഗം ഒരു നയതന്ത്ര തന്ത്രമാണോ അതോ നേരിട്ടുള്ള സൈനിക ഇടപെടലിന്റെ മുന്നോടിയാണോ എന്നത് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ഊർജ്ജ ഭക്ഷ്യപ്രതിസന്ധികളിൽ ഉലയുന്ന ക്യൂബയുടെ ഭാവി വരും ദിവസങ്ങളിലെ വൈറ്റ് ഹൌസിന്റെ നീക്കങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുകളെയും ആശ്രയിച്ചിരിക്കും. പശ്ചിമേഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയുടെയും ഒരേ സമയത്തുള്ള ഇടപെടലുകൾ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയുടെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്.